സ്കിൻ കെയറിന് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഭൂതകാലം എനിക്കുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റാണ് പറയുകയാണെന്നെങ്കിൽ എൻ്റെ പ്രഗ്നൻസിക്ക് തൊട്ട് മുന്നായിട്ട് പ്രഗ്നൻസിയോടനുബന്ധിച്ച് കിട്ടിയ കുറച്ച് ബോണസ് കാര്യങ്ങളിലൊന്നാണ് പിഗ്മെൻറ്റേഷനൊക്കെ. അത് എന്നെ ഭയങ്കരമായിട്ടൊരു എൻ്റെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അന്ന് തൊട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത്. പണ്ട് ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സിനൊക്കെ എന്തിനാണ് ആൾക്കാർ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അറ്റ്ലീസ്റ്റ് എന്തിനാണ് ഇത്രയും സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. നൈറ്റ് കെയർ എന്നൊരു സാധനം എൻ്റെ ഡിക്ഷണറി തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പോകെ എനിക്ക് മനസ്സിലായി എൻ്റെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആകുന്നുണ്ടെന്ന്. ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഞാനും അങ്ങനെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നൈറ്റ് കെയർ റുട്ടീനാണ് കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നിനും ഞാൻ സമയം കണ്ടെത്തിയില്ലെങ്കിലും മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞില്ലേ ഒരു മീ ടൈം ഉണ്ടെന്ന്, ആ മീ ടൈം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. ഈ പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 3 വീക്സ് ആയിട്ടുണ്ട് കേട്ടോ. പറയത്തക്ക ഡ്രാസ്റ്റിക് ചേഞ്ചൊന്നും എൻ്റെ സ്കിന്നിന് സംഭവിച്ചിട്ടില്ല. പക്ഷേ ചില ചേഞ്ചസ് ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിക്ക് പിഗ്മെൻറ്റേഷൻസ് എല്ലാം ഫെയ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സ്കിൻ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ന്യൂ മോംസ് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഈ ഡാർക്ക് സർക്കിൾസ്. എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10 മിനിറ്റ്സ് എങ്കിലും മിനിമം വേണം. പക്ഷേ എൻ്റെ ഈ ബിസി ലൈഫിൽ ഈ ഒരു സ്കെഡ്യൂളിൽ ഞാൻ എൻ്റെ സ്കിന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറൊരാൾ. സോ എത്ര ടൈമില്ലെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. സോ ബൈ.